എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. പിന്നെ ഞാനിപ്പോൾ എന്താ പറയുക, കാഞ്ഞങ്ങാട് ഒരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്, ക്ലിനിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മയുണ്ട്. അമ്മ പിന്നെ ഞാനിപ്പോൾ ഞാനല്ല അമ്മയുണ്ട്. ഞങ്ങൾ ഇരിക്കുന്നത് ഡാസാഡേ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. അത് പയ്യന്നൂരാണ്, വെജിറ്റബിൾ ഹോട്ടലാണ്. നല്ല എന്താ പറയുക ഭക്ഷണമാണ്. പിന്നെ അതുമല്ലാണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഈ നോൺ വെജ് കഴിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ളത് വെജിറ്റബിൾ കഴിക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം കഴിക്കാം അല്ലേ. നോൺ വെജ് ആകുമ്പോൾ കുറച്ച് സംശയമൊക്കെ വരും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചായൻ്റെ കടിക്കായിട്ട് ഇങ്ങനെ കാത്തുനിൽക്കുവാന്ന്. അമ്മ ഇഡ്ഡലിയാണ് വാങ്ങിയിട്ടുള്ളത്. ഞാനാണെങ്കിൽ പിന്നെ മസാല ദോശ മതി എന്ന് മറ്റ് കാത്തിരിക്കുമെന്ന്. ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമ്മ ഇങ്ങനെ തിന്നുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കണ്ട ഒരു ഗതികേടായിപ്പോൾ. അമ്മ നല്ല ആധികാരികമായിട്ട് സ്റ്റൈലിഷ് ആയിട്ടാണ് കഴിക്കുന്നത്, കണ്ടില്ലേ. ഇപ്പോൾ എനിക്ക് പിന്നെ മസാല ദോശയും ഒരു വട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും കഴിക്കാണ്ട് തുടങ്ങുമെന്ന്. ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ വരുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു, പെട്ടെന്ന് വരുന്നതല്ലേ. അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളുള്ളത് കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോറിക്ഷ കയറിയിട്ടുള്ളത്. പിന്നെ അനസ്തേഷ്യൻ്റെ ഡോക്ടറെ കാണാനാണ് പോകുന്നത്. അവരെ കണ്ടിട്ട് വേണം എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ഉള്ള ഡോക്ടറെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര റഷായിട്ടുണ്ട്. പിന്നെ ഏട്ടനില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. ഏട്ടനുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ പോകണമെങ്കിൽ അവരുടെ പിറകിലേ പോയാൽ മതി. ഇവിടുന്ന് ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയെ നോക്കണം, എന്നെയും നോക്കണം. ഈ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് എനിക്ക് അധികം പരിചയമില്ല. നമ്മളങ്ങനെ അധികം അങ്ങോട്ട് ഈ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് അങ്ങനെ പോകാറില്ല. നമുക്ക് അടുത്ത് പയ്യന്നൂരാണ്. അപ്പോൾ എന്ത് കാര്യത്തിനായാലും പയ്യന്നൂർ തന്നെ പോകുക. തലതിരിഞ്ഞ് യാത്ര അല്ലേ. പിന്നെ അമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഞാനൊരു ട്രീറ്റ്മെൻറ്റിനാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്, അതായത് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ഓപ്പറേഷൻ. അപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അനസ്തേഷ്യൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്, ചെക്കപ്പൊക്കെ ചെയ്തിട്ട്. പിന്നെ ഈ ആഴ്ച ഓപ്പറേഷൻ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതെന്തിനാണ്, എന്തിനു വേണ്ടിയാണ് ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരും. കാരണം പിന്നെ നമ്മൾ ഒന്നിച്ച് എല്ലാം കൂടി പറയുമ്പോഴും ഒരു രസമില്ലല്ലോ അതിനല്ലേ. ഇനി രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പിന്നെ പയ്യന്നൂർ ഡാസഡേ എന്ന് പറഞ്ഞ ഒരു വെജിറ്റബിൾ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളത്. കണ്ടില്ലേ അല്ലേ. അപ്പോൾ ഇനി ഇവിടെ വന്ന് ഈ ഡോക്ടറെ കാണിച്ച് എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെയാണ് എന്ന് റിപ്പോർട്ട് വാങ്ങിയിട്ട് ഈ റിപ്പോർട്ടും കൂടി ഞാൻ നേരെ എന്നെ കാണിക്കുന്ന ഡോക്ടർ, അവരുടെ പേര് വിജയകുമാർ എന്നാണ്, ഡോക്ടർ വിജയകുമാർ. അപ്പോൾ വിജയകുമാർ സാറിനെ പോയിട്ട് കാണണം. അവിടെ പോയി കണ്ടിട്ട് ഓപ്പറേഷൻ്റെ ഡേറ്റ് വാങ്ങണം. അങ്ങനെ എന്തൊക്കെയുണ്ട് ലൈഫല്ലേ. ഓരോ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എല്ലാം തരണം ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക. എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. പിന്നെ അപ്പം ബാക്കി അതിനുശേഷം